അപ്പോൾ ഈ ഓണക്കാലത്ത് മുണ്ടിൻ്റെ കൂടെ ഒരു ഷർട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം? ഇനി ഓണക്കാലം അല്ല എങ്കിൽ തന്നെ നിങ്ങൾ മുണ്ടെടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു മുണ്ടിൻ്റെ കൂടെ എങ്ങനെ ഒരു ഷർട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം, എങ്ങനെ ഒരു ഷർട്ട് ധരിക്കാം, ആ ഷർട്ട് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതിന് മുന്നേ ഒരു മുണ്ടെടുക്കേണ്ടത് എങ്ങനെ, മുണ്ടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ബേസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് കണ്ടവർക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് മുണ്ടിനെ പറ്റി കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഷർട്ട് ഒരു മുണ്ടിൻ്റെ കൂടെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഷർട്ടിൻ്റെ കോളറിൻ്റെ സ്ട്രക്ചറാണ്. അതായത് നമ്മളൊരു ഷർട്ട് വാങ്ങുമ്പോൾ കുറേ കൂടി ആ ഷർട്ടിൻ്റെ കോളർ എങ്ങനെയാണ് എന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ സ്ക്രീനിൽ കാണുന്ന അണ്ണം കണ്ടില്ലേ, ഒരു നമ്മൾ ജനറലി ചൈനീസ് നെക്ക് അല്ലെങ്കിൽ ബാൻഡ് നെക്ക് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ കഴുത്തിന് കറക്റ്റായിട്ട് ചുറ്റി കഴുത്തിനോട് ചേർന്ന് തന്നെ ആ കോളേഴ്സ് ഇരിക്കുന്നുണ്ട്. പുള്ളി ഒരു ബട്ടൺ അഴിച്ചിട്ടിട്ടുണ്ട്, കോളേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ഒരു ക്ലാസി ഒരു ക്ലീൻ ലുക്കുണ്ട്. ഇനി ഇതെവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും ഷർട്ടുകളുടെ ഈ ഒരു ഭാഗത്തിൻ്റെ കോളർ സൈഡിലേക്കുള്ള ആ ഒരു ഫേംനെസ്, റിജിഡിറ്റി, ആ ഒരു ബലക്കുറവ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളർ കുറച്ച് സ്ലോപ്പി ആയിട്ട് ഒരു അഴകൊഴാന്ന് ചുമ്മാ ഇങ്ങനെ തളർന്ന് ഒരു ഒരെണ്ണം ആ വഴിക്ക് ഒരെണ്ണം ഈ വഴിക്ക് എന്നുള്ള രീതിയിൽ കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു പ്രപ്പോർഷനും ആ ഒരു ഓവറോൾ ബാലൻസിനെയും ലുക്കിനെയും അത് ബാധിക്കും. ഞാനൊരു സ്ലോപ്പി ആയിട്ടുള്ള ഒരു കോളറിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു ബിഫോർ ആഫ്റ്റർ ഇമേജ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല, എന്നാലും ഇവിടെ ഈ കോളർ ഇരിക്കുന്നുണ്ടോ, പുള്ളിയുടെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ബട്ടൺ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ സ്ലോപ്പി ആയിട്ട് ഒരു സൈഡിലേക്ക് കോളർ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു. ഏതാണ് കാണാൻ കുറച്ചുകൂടെ വൃത്തിയുള്ളതെന്ന് ചോദിച്ചാൽ വലത് സൈഡിലുള്ള ആ ബിഫോർ അല്ലാതെ അപ്പുറം കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനാണ് കാണാൻ കുറച്ചുകൂടെ വൃത്തിയുള്ളത്. ഇനി ഞാൻ ഒരു ഫോട്ടോയും കൂടെ കാണിക്കാം. ഈ ഇമേജ് കണ്ടില്ലേ, പുള്ളിയുടെ നെക്കിനെ ഒരു ഇവിടം വരെ കോളർ ഇങ്ങനെ വന്നിട്ട് പിന്നെ കോളർ ഇങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സൈഡിലേക്കായിട്ട് ഇരിക്കുകയാണ്. പുള്ളിയുടെ നെക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ വിട്ടിട്ട് സംഭവം കുറച്ചൊന്ന് ഇവിടെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആ പോയിന്റ് കണ്ടില്ലേ, കുറച്ച് അഴകൊഴാന്ന് മടങ്ങി കിടക്കുന്നത്. നമ്മളൊരു മൊത്തത്തിൽ നോക്കുമ്പോൾ ആ കോളറി നെക്കിനോട് ചേർന്ന് തന്നെ ഇരുന്ന് സ്ട്രക്ചേർഡായിട്ട് വരുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ലുക്കുണ്ടാവുക. മെയിൻ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ ഷർട്ട് വാങ്ങുമ്പോൾ കോളറിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് നമ്മൾ കൊടുക്കണം. ഇനി കോളറിൽ തന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ആ കോളറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കഴുത്തിന് എല്ലാവർക്കും ഒരു നീളം ഉണ്ടാവുമല്ലോ, ആ കഴുത്തിന് നീളമുണ്ട് എന്ന രീതിയിൽ കുറച്ച് തോന്നിക്കുന്ന ടൈപ്പ്, കഴുത്തവിടെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ടൈപ്പ് കോളറുള്ള ഷർട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അതായത് ചില ഷർട്ട് എടുത്ത് കഴിയുമ്പോൾ ഈ കോളറിന് ഭയങ്കര ഹൈറ്റ് ആയിരിക്കും, നമ്മുടെ കഴുത്ത് അങ്ങോട്ട് വന്നിട്ട് കവർ ചെയ്തിരിക്കും മൊത്തത്തിൽ. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഈ കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരു കോളറാണ്. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് പുള്ളി ആ ഒരു ബ്ലേസർ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കവർ ചെയ്ത് മൊത്തത്തിൽ നല്ല ഹൈറ്റിൽ കട്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണ്. ഇതിലും കുറച്ചുകൂടി മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി കാണാൻ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞിട്ടുള്ള ഈസി ആയിട്ട് വരുന്ന നോർമൽ കോളേഴ്സാണ്. ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ആദ്യം കണ്ട ഫോട്ടോ തന്നെ ഇത് കണ്ടില്ല, ഇത് ആ ചൈനീസ് നെക്കുള്ള അണ്ണനാണ്. പുള്ളിയുടെ ആ കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിയുടെ കഴുത്തുമായിട്ട് മാച്ചിങ് ആയിട്ട് ആ ജസ്റ്റ് ആ ഒരു കോളേഴ്സിൻ്റെ ആ ഒരു സംഭവം വന്നിട്ട് പുള്ളി കഴുത്തവിടെ ഉണ്ട്, പക്ഷേ കോളറിന് ഓവർ പൊക്കവും ഇല്ല. ആ ഒരു പ്രൊപ്പോർഷണലി നമ്മൾ നോക്കുമ്പോൾ അതൊരു മാച്ചിങ് ആയിട്ട് പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ കഴുത്തുമായിട്ട് ഒരു ഓവർ ഹൈറ്റ് ഇല്ലാതെ കഴുത്ത് മൊത്തത്തിൽ കവർ ചെയ്ത് ഇരിക്കാത്ത ഒരു നെക്ക് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടൊരു റിജിഡിറ്റി ഉണ്ടാവണം, അഴകൊഴാന്ന് കിടക്കാനും പാടില്ല, ഒപ്പം ഭയങ്കര പൊക്കമുള്ളൊരു കോളറും നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ഷർട്ടിൻ്റെ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷർട്ടിൻ്റെ ലെങ്ത് ആണ്. അതായത് ഒരു റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മൾ ജനറലി ഒരു സ്റ്റൈലിംഗ് വെച്ച് നോക്കുമ്പോൾ. അതായത് നമ്മുടെ ലോവർ ബോഡിയിൽ നമ്മൾ എന്ത് ധരിക്കുന്നു അതിന് അപ്പർ ബോഡിയിൽ ധരിക്കുന്നത് എന്താണോ അതിനേക്ക് കഴിഞ്ഞ് കൂടുതൽ ലെങ്ത് ഉണ്ട് എന്ന് നമ്മൾ ഒരാളെ നേരെ നോക്കുമ്പോൾ വിഷ്വലി നമുക്ക് പറയാൻ പറ്റണം. അതായത് ഈ കേസിൽ ലോവർ ബോഡിയിൽ നമ്മൾ ധരിക്കുന്നത് മുണ്ടാണ്. മുണ്ടിൻ്റെ ലെങ്ത് ആയിരിക്കണം ഷർട്ടിൻ്റെ ലെങ്ത്തിനെ അപേക്ഷിച്ച് നമ്മൾ ഒരാളെ നേരെ നോക്കുമ്പോൾ കൂടുതൽ. അതായത് മൊത്തം ഒരു 100% ലെങ്ത് ആണ് എങ്കിൽ മുണ്ടിൻ്റെ കേസിൽ മാക്സിമം ഒരു 50% ആണ് ഒരാളുടെ ടോട്ടൽ ഹൈറ്റിൻ്റെ ലെങ്ത്.
നമ്മുടെ ഷർട്ടിൻ്റെ ലെങ്ത് വരാവുള്ളൂ. ഒരു 50% മുണ്ടും. ഒരിക്കലും 50-50 മേലെ പോകരുത്. അതായത് കൂടുതൽ ഇറക്കം ഭയങ്കര കൂടിയ ഒരു ഷർട്ട് ഒരിക്കലും നമ്മൾ മുണ്ടിൻ്റെ കൂടെ ഇടരുത്. പാൻറ്റിൻ്റെ കൂടെ ഇടാനും കൊള്ളതില്ല, എന്നാലും മുണ്ടിൻ്റെ കൂടെ ഒരിക്കലും നമ്മളത് ചൂസ് ചെയ്യരുത്. ഇനി ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45-55 ആണ്. അതായത് നമ്മൾ ഇടുന്ന ഈ ഷർട്ടിൻ്റെ ലെങ്ത്, ഇപ്പം ഈ ഇമേജ് കാണിച്ചിരിക്കുന്ന ചേട്ടൻ്റെ ലെങ്ത് ഏകദേശം ഓക്കെയാണ്. ഏകദേശം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ഒരു 50-50 ആണ് നമുക്ക് തോന്നുന്നത്. ഷർട്ട് ഏകദേശം പുള്ളിയുടെ ഒരു മേലെ തൊട്ട് നമ്മൾ താഴെ വരെ നോക്കുമ്പോൾ ഓക്കെ ഷർട്ടിനൊരു ഹൈറ്റ് ഉണ്ട്. അത്ര തന്നെ ഏകദേശം മുണ്ടിൻ്റെ പുള്ളി അര തൊട്ട് മുണ്ട് നോക്കുമ്പോൾ അതിനൊരു നീളമുണ്ട്. ഇനി ഇമാജിൻ ചെയ്യുക, ഇത് കുറച്ചുകൂടി നല്ല ഇറക്കമുള്ള ഒരു ഇവിടം വരെ ഇറക്കം വരുന്ന ഒരു ഷർട്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പുള്ളിയുടെ ലോവർ ബോഡിയിൽ മുണ്ടാണ് ഇട്ടിരിക്കുന്നത്. മുണ്ടിന് കുറച്ചുകൂടെ ലെങ്ത് കുറവും ഷർട്ടിന് ഭയങ്കര ലെങ്ത് കൂടുതലുള്ള പോലെ തോന്നും. അങ്ങനെ വരുമ്പോൾ വിഷയം എന്താണ്? നിങ്ങൾക്ക് പൊക്കം കുറവാണ് എന്ന് പറയും. കുറച്ചുകൂടി പൊക്ക കൂടുതൽ തോന്നിക്കണമെങ്കിൽ നമ്മുടെ ലോവർ ബോഡിയിൽ ധരിക്കുന്ന വസ്ത്രം എന്താണോ അതിന് ലെങ്ത് കൂടുതൽ തോന്നണം കമ്പയർഡ് ടു ദ അപ്പർ ബോഡിയിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സുമായിട്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊരു 50-50 ആണ് മിനിമം. ഞാൻ പറഞ്ഞതുപോലെ 50% ഷർട്ടിൻ്റെ ലെങ്ത്തും 50% മുണ്ടിൻ്റെ ലെങ്ത്തും. പക്ഷേ പ്രിഫർ ചെയ്യുന്ന പെർസെൻറ്റേജ് എപ്പോഴും 45-55 ആണ്. ഇതിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂട്ട്സ് ഉണ്ടല്ലോ, നിതംബങ്ങളുടെ ജസ്റ്റ് പകുതിക്ക് താഴെ വരെ നിൽക്കാൻ പാകത്തിന് അളവെടുത്തിട്ട് ഒരു ഷർട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത് കുറയ്ക്കുക, ഒരു ടൈലർ എടുത്ത് കൊണ്ടുപോകുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മിക്കവാറും കേസിൽ നമ്മുടെ ഏകദേശം ലോവർ ബോഡിയിൽ, അതായത് മുണ്ടിൻ്റെ ലെങ്ത് കൂടുതലായിട്ടും ഷർട്ടിൻ്റെ ലെങ്ത് കുറവായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെന്ന് പറയും. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്, എല്ലാവരുടെയും ബോഡി ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ചിലവരുടെ അപ്പർ ബോഡി ചെറുതായിരിക്കും, കാലുകൾക്ക് വളരെ നീളം കൂടുതലായിരിക്കും. ചിലർ നേരെ തിരിഞ്ഞ് അപ്പർ ബോഡിക്ക് വളരെ നീളമായിരിക്കും, കാലിന് വളരെ നീളം കുറവായിരിക്കും. ചിലർ ഒരു 50-50 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഇല്യൂഷൻ, അതായത് വിസിബിളി നമ്മൾ കാണുമ്പോൾ ഒരാൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ അപ്പർ ബോഡിയിൽ എന്താണ് ധരിക്കുന്നത്, ഷർട്ട്, ആ ഷർട്ടിന് ലെങ്ത് കുറവായിരിക്കണം മുണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആ രീതിക്ക് നമ്മൾ ഓൾട്ടർ ചെയ്ത് ഷർട്ടിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടിൻ്റെ പോക്കറ്റ്സ് ആണ്. ഓക്കെ, ഇൻ ജനറൽ പോക്കറ്റ് ഇല്ലാത്ത ഒരു ഷർട്ട് ധരിക്കുന്നതാണ് മുണ്ടുടുക്കുമ്പോൾ കാണാൻ നല്ലത്. ഇനി പോക്കറ്റ് ഉണ്ട് എങ്കിൽ അത് ഒരുമാതിരി ഭയങ്കര വലുതായിട്ട് തളർന്ന് തൂങ്ങിക്കിടക്കാത്ത ഒരു പോക്കറ്റ് ആകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചില മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പഴയ ഷർട്ടാണെങ്കിൽ കുറേ അലക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പോക്കറ്റ്സിനൊരു ഇങ്ങനെ വെറുതെ തള്ളി ഒരു വീർത്തിരിക്കുന്ന ഒരു പോക്കറ്റൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ പോക്കറ്റിൽ ഹെവി ആയിട്ടുള്ള സാധനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തിട്ട് ചുമ്മാ വെറുതെ സാഗി ആയിട്ട് കിടന്ന് ഒരു സൈഡിലേക്ക് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റ് കാരണം ഇങ്ങനെ താഴ്ന്നു കിടക്കുമല്ലോ, അങ്ങനെ പോക്കറ്റിലൊന്നും എടുത്തിട്ട് ഷർട്ട് ഒരു സൈഡിലേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിലൊന്നും ആക്കരുത്. ഓക്കെ, നോർമൽ പ്ലെയിൻ ആയിട്ട് തന്നെ സംഭവം വയ്ക്കുക. ഇനി പോക്കറ്റ്സ് ഇല്ലാത്ത ഷർട്ട് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, ഒരു സിമെട്രി തോന്നണമെങ്കിൽ രണ്ട് സൈഡിലും പോക്കറ്റുള്ള ഷർട്ട് എടുക്കാം. ദ പോയിന്റ് ഈസ് പോക്കറ്റ് ഒരിക്കലും സാഗി ആയിട്ട് കിടന്ന് ഒരു സൈഡിലേക്ക് നമ്മുടെ തുണിയെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ, നമ്മുടെ ഷർട്ടിനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ തോന്നിക്കരുത്. ഇനി നമ്മൾ ഷർട്ട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഇപ്പോൾ മറ്റേ ബാഗി പാൻറ്റും ഓവർ സൈസ് ടീഷർട്ടും ഷർട്ടും ഒക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ മുണ്ടിൻ്റെ കൂടെ നമ്മളൊരു ഷർട്ട് എടുക്കുമ്പോൾ അത് ഓവർ സൈസ് സംഭവം എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ട് നമ്മുടെ ശരീരത്തിനോട് വളരെ ചേർന്നിരിക്കുന്ന ആ ഒരു കറക്റ്റ് അരയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കെട്ടുവാണല്ലോ. ബാഗി പാൻസ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രെയിമിൽ നിന്ന് വലുതായിട്ടായിരിക്കും നിൽക്കുക. പക്ഷെ മുണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ശരീരം എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ സിലിണ്ടറിക്കലായിട്ട് തന്നെയാണ് ആ സംഭവം കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ബാഗി ഷർട്ട് അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ബോഡി ഒരു നാരോ ആയിട്ടും അപ്പർ ബോഡി ഭയങ്കര വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നും. അത് ഇതിൻ്റെ പ്രപ്പോർഷൻസിനെ ബാധിക്കും. മുണ്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കറക്റ്റ് സൈസിലുള്ള ഒരു ഷർട്ട് വേണം ചൂസ് ചെയ്യാൻ. ഇനി ഒരു ചെറിയ ഒരു ഷോൾഡേഴ്സ് ഡ്രോപ്പായിട്ട് കിടക്കുന്ന ഒരു സംഭവം അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രോപ്പർ ഓവർ സൈസ്ഡ് ഷർട്ടുകളുണ്ടല്ലോ, അതിടാതെ ഏകദേശം നിങ്ങളുടെ കറക്റ്റ് സൈസുള്ള ഷർട്ട് ഏതാണോ അത് തന്നെ ഇടുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മൊത്തത്തിൽ ഒരു മുണ്ട് കൊടുത്തിട്ട് ഒരു കണ്ണാടിയിൽ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടും ഒരു നോർമൽ സൈസ്ഡ് ഷർട്ടും ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും എൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഓവർ സൈസ്ഡ് ഷർട്ട് ചൂസ് ചെയ്യാതെ ഓവർ സൈസ്ഡ് ഷർട്ട് ചൂസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള സൈസിലുള്ള ഷർട്ട് മുണ്ടിൻ്റെ കൂടെ ഇടാനായിട്ട് ചൂസ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് അറിയും, ഈ ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ ടൈപ്പാണ്. അതായത് ഹാഫ് സ്ലീവ്സ് ഉണ്ട്,
5 സ്ലീവ്സ് ഉണ്ട്, ഫുൾ സ്ലീവ്സ് ഉണ്ട്. ജനറലി കാണാൻ ഭംഗിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുൾ സ്ലീവ് ഷർട്ട് എടുത്തിട്ട് അത് നമ്മൾ സ്ലീവ് മടക്കി നമ്മുടെ ഈ ഫോറാമിൻ്റെ വൈഡറായിട്ടുള്ള പാർട്ട് കൊണ്ടുപോയി നമ്മൾ നോർമലി വെക്കുമല്ലോ, അങ്ങനെ വെക്കുന്നതാണ് മുണ്ടെടുക്കുമ്പോൾ ജനറലി കാണാൻ നല്ലത്. ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഹാഫ് സ്ലീവിലും 5 സ്ലീവിലും എന്തായാലും നല്ലത് ഫുൾ സ്ലീവ് മടക്കി വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ആ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറയില്ല. ഇനി അത്യാവശ്യം നല്ല തിക്കറായിട്ടുള്ള ആംസ് ഉള്ള ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ്സോ 5 സ്ലീവ്സോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ജനറലി ഫുൾ സ്ലീവ്സ് മടക്കി വെക്കുന്നതാണ് മുണ്ടിൻ്റെ കൂടെ ഇടുമ്പോൾ ഷർട്ട് കാണാൻ നല്ലത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് സംഭവം നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഷർട്ട് എടുക്കാൻ നേരത്ത് കോളറിൻ്റെ കേസ് ശ്രദ്ധിക്കുക, അഴകുഴാന്ന് നടക്കുന്ന ഒരു കോളർ എടുക്കാതിരിക്കുക. പിന്നെയുള്ള ലെങ്ത്തിൻ്റെ കേസാണ്. നമ്മൾ നേരെ നോക്കുമ്പോൾ ഷർട്ടിൻ്റെ ലെങ്ത്ത് കുറവും മുണ്ടിൻ്റെ ലെങ്ത്ത് കൂടുതലും വരാൻ പാകത്തിന് നമ്മൾ ഷർട്ടിൻ്റെ ലെങ്ത്ത് ഓൾട്ടർ ചെയ്യേണ്ടതാണ്. പിന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട് ചൂസ് ചെയ്യാതെ ഏകദേശം കറക്റ്റ് സൈസ്ഡ് ഷർട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പോക്കറ്റ്സിൻ്റെ കേസാണ്. പോക്കറ്റ്സ് ഒരിക്കലും സാഗി ആയിട്ട് ഒരു സൈഡിലേക്ക് തൂങ്ങി കിടക്കാൻ പാടില്ല, അതിൻ്റെ അത് ഒന്നും ഇടാനും പാടില്ല. ഓക്കെ, പോക്കറ്റ്സ് ഇല്ലാത്ത ഷർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 പോക്കറ്റ്സ് ഉള്ള ഷർട്ട് യൂസ് ചെയ്യാം. ഓൾറെഡി അത് കവർ ചെയ്തല്ലോ. പിന്നെ ഈ സ്ലീവിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഫുൾ സ്ലീവ്സ് എടുത്തിട്ട് മടക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും കാണാൻ നല്ലത്. ഇനി ഹാഫ് സ്ലീവോ 5 സ്ലീവോ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇട്ട് നോക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വൃത്തിയുണ്ട് എന്നുണ്ട് എങ്കിൽ, ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയുണ്ടെങ്കിൽ പിന്നെ അതാണ് മെയിൻ സംഭവം. അപ്പം എന്തായാലും ഒരു മുണ്ടിൻ്റെ കൂടെ നമ്മളിപ്പോൾ മുണ്ട് കൊടുത്ത് ഒരു സ്ഥലത്ത് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുവാണെങ്കിൽ ഒരു 2 ആഴ്ച മുന്നെങ്കിലും നമ്മൾ ആ മുണ്ടും ഷർട്ടും കൂടെ ഇട്ടിട്ട് മൊത്തത്തിൽ കണ്ണാടി നോക്കിയിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് നോക്കിയിട്ട് നമ്മളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ഓൾട്ടർ ചെയ്യാണ്ടെങ്കിൽ 2 ആഴ്ച മുന്നേ നമ്മൾ ഇട്ട് നോക്കുന്നതുകൊണ്ട് നമുക്കതിന് ആവശ്യത്തിന് സമയം കിട്ടും. ഈ തലേന്നൊക്കെ ഇട്ട് നോക്കാൻ നിൽക്കുമ്പോഴാണ് മൊത്തത്തിൽ സമയം കിട്ടാത്തൊരു സംഭവം വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഇതിൻ്റെ കൂടെ ഒരു മുണ്ടിൻ്റെ കൂടെ ഷർട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നതിനെ പറ്റി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആൾക്കാർക്ക് അത് വായിച്ചിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് എല്ലായിടത്തും പോകാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ജയ് ജവാൻ ജയ് കിസാൻ.